ഹലോ ആർമീസ്, ഞങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനിരുന്നതല്ല. പക്ഷെ ഒരുപാട് ആർമീസ് എന്താണിതെന്ന് ഒരു പ്രീവിയസ് വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിന് ഇത്ര അറ്റൻഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. സത്യം പറഞ്ഞാൽ ജങ്കുക്ക് ആ ഹാറ്റ് വെയർ ചെയ്തപ്പോൾ പോലും ജങ്കുക്ക് ഓർത്ത് കാണത്തില്ല ഇങ്ങനെ ഒരു അപ്പോളജി പോസ്റ്റ് ഇടേണ്ടി വരുമെന്നോ, അല്ലെങ്കിൽ ഇതിന് പിന്നിൽ ഇത്രയും വലിയ പൊളിറ്റിക്കൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് കാണുമെന്നോ ഒന്നും. ഇത് ശരിക്കും പറഞ്ഞാൽ അത്ര വലിയ പ്രശ്നമൊന്നും അല്ല, കുറച്ചു പേരുണ്ടാക്കിയ പ്രശ്നമാണ്. നമുക്ക് എന്തായാലും അത് എന്താണെന്ന് ഷോർട്ട് ആയിട്ട് നോക്കാം. ഫസ്റ്റ് നമുക്ക് ജങ്കുക്കിന്റെ വിവേഴ്സ് പോസ്റ്റ് എന്താണെന്ന് നോക്കാം. ജങ്കുക്ക് പറയുന്നുണ്ട്, നിങ്ങളെ ഒരുപാട് കാലത്തിന് ശേഷം ഞാൻ കണ്ടിട്ട് ഇതുപോലൊരു പോസ്റ്റ് എഴുതണമെന്ന് കരുതിയതല്ല. ഞാൻ നിങ്ങളോടെല്ലാം മാപ്പ് ചോദിക്കുന്നു. എനിക്ക് വളരെ സങ്കടമുണ്ട് ഇങ്ങനെ ഒരു പ്രശ്നം കുറച്ച് ആളുകളിലേക്ക് എത്തിയതെന്ന്. ഇന്ന് റിഹേഴ്സലിന്റെ ഇടയിൽ ഞാൻ ധരിച്ചിരുന്ന തൊപ്പിയിലെ വാചകം മൂലം നിരവധി ആളുകൾക്ക് നിരാശയും അതുപോലെ തന്നെ ഇൻകൺവീനിയൻസും ഉണ്ടായതിൽ ഞാൻ ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നു. ആ വാക്യത്തിലെ ഹിസ്റ്റോറിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ മീനിങ്ങിനെ കുറിച്ച് എനിക്ക് അറിയില്ലായിരുന്നു. അതിനാൽ അതിനെക്കുറിച്ച് കാര്യങ്ങളൊന്നും അറിയാതെ തന്നെ ഞാൻ അത് ധരിക്കുകയും ഒരുപാട് ആളുകളിലേക്ക് വിഷമങ്ങൾ ഉണ്ടാകുകയും ചെയ്തതിനെ ഞാൻ ഗൗരവമായി കാണുന്നു. ഐ എം ജസ്റ്റ് സോറി. ഇതൊന്നും ഒരു എക്സ്ക്യൂസ് അല്ല. ഞാൻ ഈ പറയുന്നത് അത്ര നന്നായിട്ടുമല്ല. ഞാൻ വളരെ കെയർലെസ് ആയിരുന്നു. ഇനി മുതൽ ഞാൻ എന്ത് ചെയ്താലും വളരെ ആലോചിച്ച് അതിന്റെ ഡീപ് മീനിങ് മനസ്സിലാക്കി മാത്രമേ ചെയ്യൂ. എന്റെ തെറ്റിനെ കുറിച്ചുള്ള വിമർശനങ്ങളെ എല്ലാം ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. കൂടാതെ ആ ഹാറ്റ് ഉടനെ തന്നെ ഞാൻ ഡിസ്പോസ് ചെയ്യുകയും ചെയ്യും. വൺസ് അഗൈൻ ഐ എം സോറി. ഇത്രയുമായിരുന്നു ജങ്കുക്കിന്റെ വിവേഴ്സ് പോസ്റ്റ്. എന്നാലും ജങ്കുക്ക് എന്തിനാണ് ഒരു ഹാറ്റ് വെച്ചതിന് ഇത്രയും അപ്പോളജി നോട്ട് ഇട്ടത്? നമുക്ക് അതെന്താണെന്ന് നോക്കാം. ആ ഹാറ്റിലുണ്ടായിരുന്ന സ്ലോഗൻ എന്ന് പറയുന്നത് മേക്ക് ടോക്കിയോ ഗ്രേറ്റ് അഗെയിൻ എന്നാണ്. ഈ സ്ലോഗൻ നേരത്തെ ട്രംപ് യൂസ് ചെയ്തിട്ടുള്ളതാണ്. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന ഒരു സ്ലോഗനിൽ നിന്ന് ജപ്പാൻകാർ അഡോപ്റ്റ് ചെയ്ത ഒരു സ്ലോഗനാണത്. കൂടുതലും പൊളിറ്റിക്കൽ ഫിഗേഴ്സ് ഒക്കെയാണ് അത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. കൂടാതെ ഇതൊരു ആന്റി കൊറിയൻ സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ടും കുറച്ചു പേരൊക്കെ യൂസ് ചെയ്യാറുണ്ട്. കൂടുതലും ജപ്പാൻകാരാണ് യൂസ് ചെയ്യുന്നത്. അത് ജപ്പാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കൊറിയനെ സപ്പോർട്ട് ചെയ്യാതെ ഒരു ആന്റി കൊറിയൻ സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇത് കണ്ടിട്ട് കുറച്ച് കെ ഫാൻസ്, കൊറിയൻസ്, അതുപോലെ തന്നെ ഹേറ്റേഴ്സ് എല്ലാരും കൂടെ ജങ്കുക്കിനെ അപ്പോളജൈസ് ചെയ്യാനായിട്ട് ഫോഴ്സ് ചെയ്യുമായിരുന്നു. ഇതിനുശേഷം ഈ ക്യാപ്പിന്റെ തന്നെ ബ്രാൻഡുകാര് ഒരു സ്റ്റോറി ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ബ്രാൻഡ് തന്നെ ക്ലാരിഫൈ ചെയ്ത എന്താന്ന് വെച്ചാൽ ഇത് പ്യുവർലി ഒരു ഫാഷൻ ഐറ്റം മാത്രമാണ്, ഇതിന് പിന്നിൽ ഒരു പൊളിറ്റിക്കൽ മീനിങ്ങും ഇല്ല എന്നാണ്. കൂടാതെ ഈ ബ്രാൻഡുകാർ തന്നെ അപ്പോളജൈസും ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്കും ഇതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. ഇവരുടെ ഫാഷന്റെ ഫ്രീഡം ആയിട്ട് ഇവർ ചെയ്തൊരു സംഭവമാണെന്ന്. അപ്പൊ ജങ്കുക്കും അത് ധരിച്ചത് അതിനെപ്പറ്റി അറിഞ്ഞിട്ടോ ഒന്നുമല്ല. ഇത്രയാണ് സംഭവം എന്ന് പറയുന്നത്. അത് റിഹേഴ്സലിൽ ജങ്കുക്ക് ധരിച്ച ഒരു ഹാറ്റ് ആണ്. ആ റിഹേഴ്സലിന്റെ സമയത്തെ ആ ഒരു ഫുട്ടേജ് എങ്ങനെയാണ് ലീക്ക് ആയതെന്ന് അറിയത്തില്ല. എന്നാൽ ഫോണൊന്നും അത്ര അലൗഡ് ആയിട്ടുള്ളതല്ല, ഫുട്ടേജ് ഒന്നും അങ്ങനെ ലീക്ക് ആകാറുള്ളതല്ല. ഇതൊരു ഇന്റൻഷനലി ലീക്ക് ചെയ്തതാണെന്ന് വരെ പലരും പറയുന്നുണ്ട്. പിന്നെ നമുക്കറിയാവുന്ന കാര്യമാണ്, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെ ഇവര് അപ്പോളജൈസ് ചെയ്യാറുണ്ട്. ഇതിലും വലിയ വലിയ സംഭവങ്ങൾ ഓരോ റേസിസ്റ്റുകാരൊക്കെ പറഞ്ഞ ആൾക്കാരൊക്കെ ഇപ്പോഴും ഒന്നും പറയാതൊക്കെ നിപ്പുണ്ട്. അപ്പോ അത് ഇവരുടെ മനസ്സുകൊണ്ടായിരിക്കും ഇവർ പറയുന്നത്. അതുപോലെ തന്നെ ജങ്കുക്കിന്റെ അപ്പോളജി പോസ്റ്റ് എന്ന് പറയുമ്പോഴത്തേന് അത് മെച്യൂർ ആയിട്ട് എല്ലാം ക്ലാരിഫൈ ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു സാധനമാണ്. എല്ലാം ക്ലിയർ ആയിട്ടുള്ള ഒരെണ്ണമാണ്. അവിടെ ഇവിടെയും തൊടാത്ത ഒരു അപ്പോളജി നോട്ട് അല്ല. അത് വായിച്ചവർക്കും ജങ്കുക്കിനെതിരെ പ്രശ്നം ഉണ്ടാക്കിയവർക്കും അത് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. കാരണം ആ ക്യാപ്പ് ഉണ്ടാക്കിയ ബ്രാൻഡ് വരെ അപ്പോളജൈസ് ചെയ്തു. അതൊരു ഫാഷനായിട്ട് മാത്രം അവര് ഇറക്കിയ ഒരു ക്യാപ്പാണ്. അതിനാണ് ഇത്രയും വലിയ പ്രശ്നം. പിന്നെ നമുക്കറിയാവുന്ന കാര്യമാണ്, BTS ഇത്ര നാളും 2 വർഷത്തിനടുത്ത് മാറി നിന്നിരുന്നെങ്കിൽ നമുക്ക് ഒരുപാട് കണ്ടന്റ് കിട്ടുന്നുണ്ടായിരുന്നു. ഇന്നലെ ഇവർ ഒരുമിച്ച് ഒരു ഡേ ആയിരുന്നു. അപ്പോ കുറച്ച് ഹേറ്റേഴ്സിനും അതർ ഫാണ്ടത്തിനും ഒക്കെ കുറച്ച് കണ്ണുകടിയായിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അവര് മാക്സിമം ഇതുപോലുള്ള കാരണങ്ങളൊക്കെ ഉണ്ടാക്കിയാലല്ലേ അവരെ കുറച്ച് താഴ്ത്താൻ പറ്റുമെന്ന് അവര് കരുതുന്നു. പക്ഷെ അതൊന്നും നടക്കത്തില്ലെന്ന് എല്ലാവർക്കും അറിയാലോ. നമ്മളെല്ലാരും ഇന്നലെ ജങ്കുക്കിന്റെ പോസ്റ്റിന് നോട്ടിഫിക്കേഷൻ കണ്ടപ്പോഴത്തേന് ഇതെന്തെങ്കിലും ഹാപ്പി ന്യൂസ് ആയിരിക്കും എന്ന് വെച്ചിട്ടായിരിക്കും നോക്കിയത്. കാരണം ജെഹോപ്പിന്റെ അവിടുത്തെ കോൺസെർട്ട് കഴിഞ്ഞിട്ടേ ഉള്ളായിരുന്നു. പക്ഷെ ഇത് 2 ദിവസം പോലും ആയില്ല വന്നിട്ട്. ഇതുപോലെ ഒരു അപ്പോളജി നോട്ട് ഇടണമെന്ന് പറയുമ്പോഴത്തേന് അത് തന്നെ ഒരു വിഷമകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഐ വാസന്റ് ഗുഡ് എനഫ് എന്ന് പറയുന്ന ജങ്കുക്കിന്റെ ആ ഒരു ലൈൻ കേട്ടപ്പോഴേ എനിക്ക് വളരെ ഹേർട്ട് ബ്രോക്കൺ ആയിട്ടാണ് തോന്നിയത്. അതാണ് ഞാൻ പറഞ്ഞത്, ചെയ്യാത്ത കാര്യത്തിനും അല്ലെങ്കിൽ അത് ക്രിട്ടിസൈസ് ഏറ്റെടുത്തുകൊണ്ട് എല്ലാം മനസ്സിലാക്കിയുള്ള രീതിയിൽ അപ്പോളജൈസ് ചെയ്യുന്ന നോട്ട് എന്ന് പറഞ്ഞത്. ഹേറ്റേഴ്സിനും അതുപോലെ തന്നെ ആന്റീസിനും ഉറപ്പായിട്ടും ജങ്കുക്കിനെ മോശമാക്കി കാണിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തായാലും കർമ്മ എന്തായാലും റോൾ ബാക്ക് ചെയ്യുമെന്ന് നമുക്ക് കരുതാം. കൂടാതെ കുറച്ചു കാര്യങ്ങളുടെയൊക്കെ ഫ്ലാഷ് ബാക്ക് ആണ് ഇതൊക്കെ കണ്ടപ്പോഴത്തേന് മനസ്സിൽ വരുന്നത്. എന്തായാലും ഹി ഡിസേർവ് ബെറ്റർ. നമ്മളെല്ലാരും ജങ്കുക്കിന്റെ ഒറ്റയ്ക്കുള്ള ഒരു ലൈവ് പ്രതീക്ഷിച്ചായിരിക്കും ഇരിക്കുന്നത്. ഇപ്പൊ തന്നെ ആണെങ്കിലും 2 ദിവസം ആയുള്ളൂ ഇറങ്ങിയിട്ട്. അപ്പോഴേ മറ്റേ ആ ഒരു സ്റ്റാൾക്കറിന്റെ വിഷയം ഉണ്ടായി. ഇപ്പത്തെ ഒരു അപ്പോളജി കേസും. ജങ്കുക്ക് ഓക്കെ ആയിരിക്കും നമുക്ക് കരുതാം. വി ലവ് യു ജങ്കുക്ക്.